നമസ്കാരം. ഓണത്തോടനുബന്ധിച്ച് സർക്കാരിൻ്റെ വിവിധ ധനസഹായങ്ങളും APL, BPL റേഷൻ കാർഡ് ഉടമകൾക്കുള്ള സഹായങ്ങളും ഇന്നു മുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നതിൻ്റെ വിശദ വിവരങ്ങളാണ് കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്: സംസ്ഥാനത്തെ എല്ലാ AAY മഞ്ഞ റേഷൻ കാർഡുകളും സംസ്ഥാനത്തെ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും വയനാട് ദുരിത ബാധിത പ്രദേശങ്ങളിലെ എല്ലാ കുടുംബങ്ങൾക്കും 13 ഇനം അവശ്യ സാധനങ്ങൾ അടങ്ങിയ സൗജന്യ ഓണക്കിറ്റിന്റെ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചു. തേയില 100 ഗ്രാം, ചെറുപയർ പരിപ്പ് 250 ഗ്രാം, സേമിയ പായസം മിക്സ് 250 ഗ്രാം, നെയ്യ് 50 മില്ലി, കശുവണ്ടിപ്പരിപ്പ് 50 ഗ്രാം, വെളിച്ചെണ്ണ 500 മില്ലി ലിറ്റർ, സാമ്പാർ പൊടി 100 ഗ്രാം, മുളക് പൊടി 100 ഗ്രാം, മഞ്ഞൾപ്പൊടി 100 ഗ്രാം, മല്ലിപ്പൊടി 100 ഗ്രാം, ചെറുപയർ 500 ഗ്രാം, തൂരപ്പരിപ്പ് 250 ഗ്രാം, പൊടിയുപ്പ് 1 കിലോഗ്രാം എന്നീ 13 ഇന സാധനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തുണിസഞ്ചിയും ഉൾപ്പെടെയാണ് സൗജന്യ ഓണക്കിറ്റായി നൽകുന്നത്. ഓണത്തോടനുബന്ധിച്ച് നീല റേഷൻ കാർഡ് ഉടമകൾക്ക് പതിവ് പോലെ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരിക്ക് പുറമെ 10 കിലോ സ്പെഷ്യൽ അരി 10 രൂപ 90 പൈസ നിരക്കിലും ഈ മാസം നൽകുന്നുണ്ട്. വെള്ള റേഷൻ കാർഡിന് ഈ മാസം 10 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. കഴിഞ്ഞ മാസം വെള്ള കാർഡിന് 5 കിലോ അരിയാണ് ലഭിച്ചത്. ഓണമെത്തിയതോടെ സംസ്ഥാനത്തെ സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ഓണച്ചന്തകൾ സജീവമായിരിക്കുകയാണ്. 13 ഇന സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ 200-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവാണ് സപ്ലൈകോ നൽകുന്നത്. വിലക്കുറവും ഓഫറുകളുമായി ജനങ്ങളെ ആകർഷിക്കുകയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ. നെയ്യ്, തേൻ, കറിമസാലകൾ, മറ്റ് ബ്രാൻഡഡ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ, പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ, ഫ്ലോർ ക്ലീനറുകൾ, ടോയ്ലറ്ററീസ് തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 45% വരെ വിലക്കുറവ് നൽകുന്നുണ്ട്. സപ്ലൈകോ ആൻഡ് ശബരി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിലക്കുറവും കോംബോ ഓഫറുകളും ഉണ്ട്. ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പേരിൽ ആകർഷകമായ ക്യാരി ബാഗിൽ 259 രൂപയുടെ വിവിധ ശബരി ഉൽപ്പന്നങ്ങൾ 189 രൂപയ്ക്ക് നൽകുന്നുണ്ട്. ഓണം ഫെയറുകളിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ നിങ്ങളുടെ ബിൽ എമൗണ്ടിൽ വീണ്ടും ഡിസ്കൗണ്ട് നൽകുന്ന ഡീപ്പ് ഡിസ്കൗണ്ട്സ് അവേഴ്സും നടപ്പാക്കുന്നുണ്ട്. ഓണത്തോടനുബന്ധിച്ച് വിവിധ ധനസഹായങ്ങളും സർക്കാർ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ സജീവമായ അംഗങ്ങളായ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഉത്സവ ബത്തയായി 7000 രൂപ നൽകും. പെൻഷൻകാർക്ക് 2500 രൂപയും ലഭിക്കും. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4000 രൂപ ബോണസായും ബോണസിന് അർഹതയില്ലാത്തവർക്ക് ഉത്സവ ബത്തയായി 2750 രൂപയും നൽകും. പെൻഷൻകാർക്ക് ഉത്സവ ബത്ത 1000 രൂപയും ലഭിക്കും. സംസ്ഥാനത്തെ 62 ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 മാസത്തെ പെൻഷൻ തുകകൾ ഒരുമിച്ച് ചേർത്ത് 3200 രൂപയാണ് സർക്കാർ ഓണസമ്മാനമായി നൽകുന്നത്. ഇതിനായി 1700 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു. സെപ്റ്റംബർ മാസത്തെ പെൻഷൻ നേരത്തെയാക്കിയും കുടിശ്ശികയായിരുന്ന പെൻഷനുകളുടെ ഒരു ഗഡുവും ചേർത്താണ് 3200 രൂപ വിതരണം ചെയ്യുന്നത്. സെപ്റ്റംബർ 10 ചൊവ്വാഴ്ച 1500 കോടി രൂപ സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടം എടുക്കുന്നുണ്ട്. 3200 രൂപ വീതമുള്ള ഓണ പെൻഷന്റെ വിതരണം സെപ്റ്റംബർ 11 ബുധനാഴ്ച സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം അവസാനിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഓണ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നതും. ഓണത്തിന് മുമ്പായി പരമാവധി പേരിലേക്ക് പെൻഷൻ എത്തിക്കുന്നതിനായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുന്നതോടൊപ്പം തന്നെ വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി നേരിട്ടുള്ള പെൻഷൻ വിതരണവും സജീവമാക്കുന്നതിനാണ് ധനവകുപ്പ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ശനിയാഴ്ച 1-ാം ഓണ ദിവസവും വീടുകളിൽ ജീവനക്കാർ പെൻഷൻ തുക വിതരണം നടത്തിയേക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളൈസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.